നമസ്കാരം. ഞായറാഴ്ച, അതായത് തിരുവോണത്തിൻ്റെ അന്ന് മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട സംഭവത്തിൽ കാറിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വാഹനമോടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അജ്മലും വനിതാ ഡോക്ടർ ശ്രീകുട്ടിയും, അതായത് നെയ്യാറ്റിൻകര സ്വദേശിയായ ശ്രീകുട്ടിയും ഡോക്ടർ ശ്രീകുട്ടിയും മാത്രമേ കാറിലുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു അപകടം മൂലം ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ശ്രീകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ശ്രീകുട്ടി വിവാഹമോചനം നേടിയതാണ്. അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്കെത്തിയത്. ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത്. പിന്നീട് ഈ സൗഹൃദം വളർന്നു. എല്ലാ സീമകളും ലംഘിച്ച്, എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുള്ള ബന്ധങ്ങളിലേക്ക് ഈ സൗഹൃദം വളർന്നു എന്നാണ് പോലീസിൻ്റെ സാക്ഷ്യം. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട്, ആ വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം അനാശാസ്യം വരെ നടക്കുന്നുണ്ടെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അപകട സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലുമാണ് ഇരുന്നത്. ശ്രീകുട്ടിക്ക് ബോധമില്ലായിരുന്നു. ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. കേസിലെ രണ്ടാം പ്രതിയാണ് അവർ. കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. മനസാക്ഷിയെ മരവിപ്പിച്ച ക്രൂരമായ വാഹനാപകടം കൺമുന്നിൽ കണ്ടതിൻ്റെ ഞെട്ടലിലാണ് ആനൂർക്കാവ് നിവാസികൾ. തിരുവോണത്തിൻ്റെയും നബിദിനത്തിൻ്റെയും ആഘോഷവേള കൊടുന്നനെ വേദനയ്ക്ക് വഴിമാറി. സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചിട്ട ശേഷം പുറത്തിറങ്ങാനോ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെയാണ് കാറുമായി ഇവർ കടന്നു കളഞ്ഞത്. മുൻവശത്തെ ചക്രത്തിൽ തലമുടി കുരുങ്ങിയ നിലയിൽ കിടന്ന കുഞ്ഞുമോളുടെ ശരീരം കൊരുത്ത് വലിച്ച് പിറകിലോട്ട് എടുത്ത ശേഷം വീണ്ടും കാർ കയറ്റി ഇറക്കിയത് ഞെട്ടലോടെയാണ് ദൃക്സാക്ഷികൾ കാണുന്നത്. വണ്ടി എടുക്കല്ലേ എന്ന് ഇവർ വിളിച്ചു പറയുന്നു. അത് വണ്ടിയിലുണ്ടായിരുന്നവർ ശ്രീകുട്ടിയും അശ്വനും കേട്ടിരുന്നുവെങ്കിൽ ഇത്രയും ദുരന്തമുണ്ടാവില്ലായിരുന്നു. വാരിയെല്ലുകളിൽ നുറങ്ങിയ ശ്വാസകോശം തകർന്നാണ് കുഞ്ഞുമോളുടെ ജീവൻ നഷ്ടമായത്. അശ്രദ്ധവും അപകടകരവുമായ ഡ്രൈവിങ്ങും തുടർന്നുള്ള അപകടവും ജീവനായി പിടയുന്ന ശരീരത്തിലൂടെ വീണ്ടും കാർ കയറ്റി ഇറക്കിയ ക്രൂരതയുമാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. അർബുദത്തെ അതിജീവിക്കാനുള്ള കുഞ്ഞുമോളുടെ പോരാട്ടമാണ് ഈ ക്രൂരതയിൽ പൊലിഞ്ഞു വീണത്. ഏറെ നാളായി തിരുവനന്തപുരം RCCയിലെ ചികിത്സയിൽ അതിജീവനത്തിന്റെ പാതയിലായിരുന്നു കുഞ്ഞുമോൾ. FCI ഗോഡൌണിലെ കരാർ ജീവനക്കാരനായിരുന്ന ഭർത്താവ് നൌഷാദിനൊപ്പം വീടിന് സമീപം ചെറിയൊരു കട നടത്തി വരികയായിരുന്നു. വീട്ടിൽ പാൽപ്പായസമുണ്ടാക്കി പ്രിയപ്പെട്ടവർക്ക് നൽകിയെങ്കിലും തികഞ്ഞില്ല. വീണ്ടും തയ്യാറാക്കി ബാക്കിയുള്ളവർക്ക് നൽകാൻ വൈകിട്ട് ആനാർക്കാവിലെ കടയിലേക്ക് പോയതായിരുന്നു. സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോഴും സഹോദരൻ്റെ ഭാര്യയെ സ്കൂട്ടറിൽ വിളിക്കാനെത്തി. പക്ഷേ ആ യാത്ര വീട്ടിലെത്തിയില്ല. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറിയിരുന്ന കുഞ്ഞുമോളെ പറ്റിയുള്ള ഓർമ്മകളുമായി ഒട്ടേറെ പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവിടെ എത്തിയത്. സന്ധ്യയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം മുൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത്. ഓണാഘോഷത്തിന് ആയി മൈനാഗപ്പള്ളിയിലെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയതായിരുന്നു ശ്രീകുട്ടിയും അജ്മലും. സദ്യ കഴിച്ച ശേഷം സമീപത്തെ മൈതാനത്തെത്തിയ ഇവർ സെൽഫി എടുത്തും സന്തോഷം പങ്കിട്ടും കാറിലിരുന്ന് മദ്യപിച്ചും സമയം ചെലവിട്ട ശേഷമാണ് തിരികെ പോയത്. അജ്മൽ മുൻപും ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ്. പള്ളിയിൽ നിന്ന് ചന്ദനം കടത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ 7 കേസുകളാണ് അജ്മലിൻ്റെ പേരിലുള്ളത്. മാസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിൽ വെച്ചുള്ള പരിചയമാണ് സൗഹൃദമായി മാറിയത്. അജ്മലിൻ്റെ കൂട്ടുകാർ പിന്നീട് ഡോക്ടറുടെയും സുഹൃത്തായി മാറുകയായിരുന്നു.